ചാപ്റ്റർ 11 സ്റ്റാറ്റിസ്റ്റിക്സ് അഥവാ സ്ഥിതിവിവരക്കണക്ക്. വളരെ എളുപ്പമുള്ള ചാപ്റ്ററാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഏകദേശം 7 മാർക്കിന്റെ ചോദ്യങ്ങൾ നമുക്ക് SSLC എക്സാമിന് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാം. 5 മാർക്കിന്റെ ഉറപ്പുള്ള ഒരു ചോദ്യവും ഉണ്ട്. അപ്പം അതിനു മുമ്പ് എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ്? നമ്മൾ ചെറിയ ക്ലാസ് മുതൽ ഏകദേശം 7ാം ക്ലാസ് മുതൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് സ്ഥിതിവിവരക്കണക്ക് എന്ന പേര് കേൾക്കുന്നുണ്ട്. എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ്? സംഖ്യാസംബന്ധമായ വിവരങ്ങളുടെ ശേഖരണം, അതിൻ്റെ അനാലിസിസ്, ഇന്റർപ്രിറ്റേഷൻ ഇതൊക്കെ ഉൾക്കൊള്ളുന്ന പഠനമാണ് സ്റ്റാറ്റിസ്റ്റിക്സ് അഥവാ സ്ഥിതിവിവരക്കണക്ക്. ഒരു പഠനത്തിനായി നമ്മൾ വിവരങ്ങൾ ശേഖരിക്കുന്നു. ഇത്തരത്തിൽ ശേഖരിക്കുന്ന വിവരങ്ങളെ, അതായത് കളക്ഷൻ ഓഫ് ഇൻഫർമേഷനെ നമ്മൾ പറയാ ഡേറ്റ എന്നാണ്. സോ വാട്ട് ഈസ് ഡേറ്റ? ഡേറ്റ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ. മലയാളത്തിൽ ദത്തങ്ങൾ എന്ന് പറയും. ഈ ഡേറ്റയെ നമുക്ക് ടേബിൾ രൂപത്തിൽ, അതായത് പട്ടിക രൂപത്തിൽ, അല്ലെങ്കിൽ ഗ്രാഫിക് മീൻസ് ഡയഗ്രം രൂപത്തിലും നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ടേബിൾ രൂപത്തിൽ നമ്മൾ പട്ടിക രൂപത്തിൽ എഴുതുന്നത് 8ാം ക്ലാസ്സിലും ടാലിയൊക്കെ ഉപയോഗിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ, നമ്മൾ ഹിസ്റ്റോഗ്രാം എന്നൊക്കെ നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഈ രൂപത്തിലൊക്കെ നമുക്ക് ഒരു ഡേറ്റയെ റെപ്രസെന്റ് ചെയ്യും. കഴിഞ്ഞ വർഷം 9ാം ക്ലാസ്സിൽ മീൻ അഥവാ മാധ്യം എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇവിടെ 10th സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മീഡിയൻ അഥവാ മധ്യമം എന്താണ് എന്നാണ്. അപ്പോൾ മീനും മീഡിയനും ഒരേ മെഷേഴ്സ് ആണ്. സോ എന്താണ് മീൻ അഥവാ മാധ്യം, മീഡിയൻ അഥവാ മധ്യമം എന്ന് ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമുക്കൊരു ഡേറ്റ കൺസിഡർ ചെയ്യാം, വിവരങ്ങളുടെ ശേഖരം. സോ ഞാനിവിടെ എടുക്കുന്നത് മാർക്സ് ഓഫ് 5 students in math exam out of 100. കണക്ക് പരീക്ഷയിൽ 5 കുട്ടികൾക്ക് കിട്ടിയ മാർക്കിനെയാണ് ഞാനിവിടെ പരിഗണിക്കുന്നത്. ഓക്കെ, ഇവിടെ മാത്ത് എന്ന് എഴുതിയത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മാത്സ് എന്ന് പറഞ്ഞൊരു വേർഡ് നമുക്കില്ല. നമ്മൾ ചുരുക്കത്തിൽ മാത്സ് എന്ന് പറയുകയാണെങ്കിലും ഇങ്ങനൊരു വേർഡ് നമുക്കില്ല. മാത്ത് അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് എന്ന് പറയണം. ഓക്കെ, അപ്പൊ നമുക്കിവിടെ മാർക്സ് ഓഫ് 5 students in math exam out of 100 കൺസിഡർ ചെയ്യാം. ഓക്കെ, ഞാൻ 5 കുട്ടികളുടെ മാർക്ക് എഴുതാം. 58, 62, 70, 37, 43. 5 കുട്ടികൾക്ക് 100ൽ കിട്ടിയ, കണക്ക് പരീക്ഷയിൽ 100ൽ കിട്ടിയ മാർക്കുകളാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. 58, 62, 70, 37, 43. ഇതിനെ മൊത്തത്തിലാണ് നമ്മൾ പറയുന്ന ഡേറ്റ. ഇതിനെ മൊത്തത്തിൽ പറയുന്ന പേരാണ് ഡേറ്റ. ഇവിടെ നമ്മൾ ഈ ഓരോ നമ്പേഴ്സിനും, ഈ ഓരോ ഒബ്സർവേഷനും there is a tendency to cluster around a central value. ഒരു നടുവിലത്തെ ഒരു കേന്ദ്ര വിലയിലേക്ക് ചുരുങ്ങുവാനുള്ള ടെൻഡൻസി ഉണ്ട്. ഈ എല്ലാ മെഷേഴ്സിനും ഒരു കേന്ദ്ര വിലയിലേക്ക് ചുരുങ്ങുവാനുള്ള ടെൻഡൻസി ഉണ്ട്. ആ ടെൻഡൻസി എത്രയാണ് എന്ന് മെഷർ ചെയ്യാൻ ആ മെഷേഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. അപ്പോൾ അത് എത്രയാണ് എന്ന് മെഷർ ചെയ്യാൻ നമുക്കുള്ള മെഷേഴ്സിൽ ഒന്നാണ് മീൻ അഥവാ മാധ്യം. രണ്ടാമത്തെ മെഷറാണ് മീഡിയൻ അഥവാ മധ്യമം. അതുപോലെ വേറൊരു മെഷറും കൂടെ നമ്മൾക്കുണ്ട്. മൂന്നാമത്തെ മെഷറായിട്ട് നമ്മൾ പറയുന്നത് മോഡാണ്. മോഡിനെ കുറിച്ച് നമ്മളിവിടെ പഠിക്കുന്നില്ല. മോഡിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ 11th സ്റ്റാൻഡേർഡ് ഒക്കെ ആവുമ്പോൾ പഠിക്കും. അപ്പൊ മീൻ എന്താണെന്ന് നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചു കഴിഞ്ഞു. ഇവിടെ നമ്മൾ 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നത് മീഡിയൻ എന്താണെന്നാണ്, അല്ലെങ്കിൽ മധ്യമം എന്താണെന്നാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. മീഡിയൻ അഥവാ മധ്യമം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി. ഒരു കേന്ദ്ര വിലയിലേക്ക് ചുരുങ്ങുവാനുള്ള ഡേറ്റയുടെ ടെൻഡൻസി മെഷർ ചെയ്യാൻ, അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു
ഉപാധിയാണ് മീഡിയൻ അല്ലെങ്കിൽ മധ്യമം. അപ്പം കഴിഞ്ഞ വർഷം പഠിച്ച മീൻ, ഈ ഒരു ഡേറ്റയുടെ മീൻ നമ്മൾ എങ്ങനെയാണ് കാണുക? ഇങ്ങനെ ഒരു ഡേറ്റയിൽ ഒരു വരിയിൽ നമ്പേഴ്സ് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ മീൻ കാണാൻ അല്ലെങ്കിൽ മാധ്യം കാണാൻ നമ്മളൊരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. സം ഡിവൈഡഡ് ബൈ നമ്പർ, തുക ബൈ എണ്ണം എന്ന് പറഞ്ഞാൽ ഈ നമ്പേഴ്സിന്റെ, ഈ ഒരു ഡേറ്റയുടെ മീൻ കാണണമെങ്കിൽ ഇതിലുള്ള എല്ലാ നമ്പേഴ്സിനെയും കൂട്ടി അതിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സോ നമ്മൾ 58ഉം 62ഉം 70ഉം 37ഉം 43ഉം കൂട്ടിയാൽ എന്ത് കിട്ടും? അതാണ് സം, 270 എന്ന് കിട്ടും. അതിനെ എണ്ണം, നമ്പർ, എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം ഉണ്ട്. 5ഉം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന നമ്പറാണ് മീൻ. അപ്പൊ നമുക്കിവിടെ മീൻ കിട്ടി. മീൻ എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന 5 നമ്പേഴ്സും ഒരു കേന്ദ്രവിലയിലേക്ക് ചുരുങ്ങുന്നു. ആ കേന്ദ്രവിലയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 54 എന്ന്. അപ്പൊ നിങ്ങൾക്ക് ഈ ഡേറ്റ കാണുമ്പോൾ അറിയാം ഇതിനകത്ത് 54 എന്ന് പറഞ്ഞ നമ്പർ ഇല്ല. ഇതിനകത്ത് ഏറ്റവും ചെറിയ നമ്പർ നമ്മൾക്ക് കാണാം 37, ഏറ്റവും വലിയ നമ്പർ നിങ്ങൾക്ക് കാണാം 70. ഈ രണ്ടിന്റെയും ഇടയിലുള്ള ഒരു നമ്പറാണ്, അതായത് കേന്ദ്രവില, ഓക്കെ, നടുവിലുള്ള ഒരു നമ്പറാണ് 54 എന്ന് കിട്ടുന്നത്. സോ ഈ 54 എന്ന് പറയുന്നതാണ് ഈ തന്നിരിക്കുന്ന ഡേറ്റയുടെ മീൻ അല്ലെങ്കിൽ മാധ്യം. വളരെ ചെറിയ ഒരു വേർഡിൽ നമ്മൾ പറയുകയാണെങ്കിൽ ശരാശരി. മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരാശരി അല്ലെങ്കിൽ ആവറേജ്. മീനും ആവറേജ് എന്ന് പറയുന്നത് സെയിം ആയിട്ടുള്ള സാധനമാണ് ആവറേജ്, ഒരു നടുവിലത്തെ വാല്യൂ. അതേപോലെ തന്നെ ഇങ്ങനെ ഒരു സെൻട്രൽ ടെൻസ്, കേന്ദ്രവില കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന വേറൊരു ഉപാധിയാണ് മീഡിയൻ അഥവാ മധ്യമം. അപ്പൊ ഇവിടെ 10th സ്റ്റാൻഡേർഡിൽ നമ്മൾ മീഡിയൻ എന്താണെന്നാണ് പഠിക്കുന്നത്. സോ വാട്ട് ഇസ് എ മീഡിയൻ? എന്താണ് മധ്യമം? മധ്യമത്തിന്റെ ഡെഫിനിഷൻ ഞാൻ തരാം. മീഡിയൻ ഇസ് ദ മിഡിൽ വാല്യൂ ഓഫ് ദ ഡേറ്റ. സംഖ്യാക്രമത്തിലെ നടുക്കുള്ള സംഖ്യയാണ് മധ്യമം എന്ന് പറയുന്നത്. അപ്പൊ മീൻ കാണേണ്ട ബുദ്ധിമുട്ടൊന്നുമില്ല. ഡേറ്റയിലെ നടുവിലത്തെ വാല്യൂ ഏതാണോ അതാണ് നമുക്ക് മീഡിയൻ ആയിട്ട് കിട്ടുന്നത്. അപ്പൊ നേരത്തെ നമ്മൾ പരിഗണിച്ച അതേ ഡേറ്റ തന്നെ നമുക്ക് എടുക്കാം. മാർക്സ് ഓഫ് 5 സ്റ്റുഡൻസ് ഇൻ മാത്ത് എക്സാം ഔട്ട് ഓഫ് 100. അപ്പൊ നമ്മൾ എഴുതിയിരുന്നു ഫസ്റ്റ് കുട്ടിയുടെ മാർക്ക് 58, രണ്ടാമത്തെ കുട്ടിയുടെ മാർക്ക് 62, മൂന്നാമത്തെ കുട്ടിയുടെ മാർക്ക് 70, നാലാമത്തെ കുട്ടിയുടെ മാർക്ക് 37, അഞ്ചാമത്തെ കുട്ടിയുടെ മാർക്ക് 43. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മീഡിയൻ എന്താണ്? ഈ ഡേറ്റയുടെ മീഡിയൻ അല്ലെങ്കിൽ മധ്യമം എന്താണ്? അപ്പൊ ഡെഫിനിഷൻ അനുസരിച്ച് നമ്മൾ പഠിച്ചത് എന്താണ്? മീഡിയൻ ഇസ് ദ മിഡിൽ വാല്യൂ ഓഫ് ദ ഡേറ്റ. അതായത് നടുക്കുള്ള ടേം, നടുക്കുള്ള പദം ഏതാണോ, നടുക്കുള്ള നമ്പർ ഏതാണോ അതിനെയാണ് നമ്മൾ മീഡിയൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കുക, 58, 62, 70, 37, 43 എന്ന് എഴുതിയതിൽ നടുവിലായിട്ട് ഞാൻ എഴുതിയിരിക്കുന്ന 70 ആണ്. സോ 70 മീഡിയൻ ആകുമോ? നമ്മൾ തൊട്ടു മുന്നേ പറഞ്ഞു മീഡിയൻ എന്ന് പറയുന്നത് ഒരു ഡേറ്റയുടെ നടുവിലത്തെ വാല്യാണ് അല്ലെ. ഏറ്റവും ചെറിയ നമ്പർ ഞാൻ പറഞ്ഞു നമ്മളിവിടെ നോക്കിയാൽ 37, വലിയ നമ്പർ 70 ആണ്. അപ്പൊ നടുവിൽ വരുന്ന വാല്യൂ ആണ് നമ്മൾ മീഡിയൻ ആയിട്ട്, അല്ലെങ്കിൽ ഒരു സെൻട്രൽ ടെൻഡൻസി, ഒരു മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വാല്യൂ ഓഫ് സെൻട്രൽ ടെൻഡൻസി, ഓക്കെ, അതായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. സോ നമ്മൾ ഒരു ഡേറ്റ എങ്ങനെയെങ്കിലും എഴുതിയാൽ മീഡിയൻ എഴുതാൻ പറ്റുമോ? ഇല്ല. സോ അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു ഡേറ്റയുടെ മീഡിയൻ കണ്ടുപിടിക്കുമ്പോൾ അതിനെ നമ്മൾ ഒന്നുകിൽ അസെൻഡിങ് ഓർഡറിൽ എഴുതണം. അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? ആരോഹണക്രമം അല്ലെ, ചെറുതിൽ നിന്ന് വലുതിലേക്ക് ആരോഹണക്രമത്തിൽ എഴുതണം. അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഡേറ്റയെ നമ്മൾ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതണം. ഡിസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ അവരോഹണക്രമം, വലുത് ആദ്യം എഴുതി പിന്നെ ചെറുതിലോട്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ എഴുതി നടുവിലത്തെ വാല്യൂ ഏതാണെന്ന് നോക്കുക, അതായിരിക്കും മീഡിയൻ. അപ്പൊ നമുക്ക് ഈ തന്നിരിക്കുന്ന ഡേറ്റയുടെ മീഡിയൻ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമുക്ക് ഇതിനെ അസെൻഡിങ് ഓർഡറിൽ എഴുതാം. ഞാൻ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും അസെൻഡിങ് ഓർഡറിൽ തന്നെ എഴുതും. ചെറിയ നമ്പറിൽ തുടങ്ങി വലിയ നമ്പറിലേക്ക് എത്തുക. സോ ഈ തന്നിരിക്കുന്ന 5 വാല്യൂസിലും ഏറ്റവും ചെറിയ നമ്പർ ഏതാണ്? 37. സോ അത് ആദ്യം എഴുതുന്നു. രണ്ടാമതുള്ള വാല്യൂ ഏതാണ്? 37 കഴിഞ്ഞാലുള്ള വലിയ വാല്യൂ 43 ആണ്.
അത് കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ തൊട്ട് മുമ്പുള്ള വാല്യൂ 58ആണ്. അത് കഴിഞ്ഞാൽ 62ആണ്. അത് കഴിഞ്ഞാൽ 70ആണ്. സോ നമ്മൾ ഡേറ്റേനെ ആദ്യം അസെൻഡിങ് ഓർഡറിൽ മാറ്റി എഴുതി. എന്നിട്ട് നടുവിലത്തെ വാല്യൂ നോക്കുക. ഇവിടെ കറക്റ്റ് ആയിട്ട് നടുവിൽ ഒരു നമ്പർ കാണാൻ നിങ്ങൾക്ക്. സോ അതേതാണ്? 58 ആണ്. കാരണം 58ന്റെ മുകളില് 2 നമ്പേഴ്സിന് 5 കുട്ടികളാണെങ്കിൽ അതിന് മുകളിൽ രണ്ട് വാല്യൂസ് ഉണ്ട്. 58ന് താഴെ 2 വാല്യൂസ് ഉണ്ട്. സോ നടുവിലത്തെ വാല്യൂ 58 ആണ്. സോ ഇവിടെ മീഡിയൻ അഥവാ മധ്യമം എന്ന് പറഞ്ഞാൽ എന്താണ്? 58 ആണ്. അപ്പൊ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. ഇതേ ഡേറ്റയുടെ നമ്മൾ പറഞ്ഞു മീനും മീഡിയനും ഒരേ കാര്യങ്ങൾ മെഷർ ചെയ്യുന്ന 2 യൂണിറ്റ്സ് ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇതേ ഡേറ്റയുടെ മീൻ കണ്ടപ്പോൾ നമ്മൾക്ക് കിട്ടിയത് 54 എന്നാണ്. അതേ ഡേറ്റയുടെ മീഡിയൻ കണ്ടപ്പോൾ അത് 58 ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മീൻ ആൻഡ് മീഡിയൻ ഓഫ് ദ സെയിം ഡേറ്റ നീഡ് നോട്ട് ബി ഈക്വൽ, but there is no great difference between the mean and the median either. അല്ലെ, 54ഉം 58ഉം രണ്ടും ആ ഒരു 37ഉം 17ന്റെയും നടുവിൽ വരുന്ന വാല്യൂസ് ആണ്. 54ഉം 58ഉം സെയിം അല്ല, പക്ഷെ അവ തമ്മിൽ വലിയ വ്യത്യാസം ഇല്ല. ഒരേ വിവരശേഖരണത്തിൽ മധ്യമം തുടങ്ങിയവ തുല്യമാകണമെന്നില്ല. എന്നാൽ മാധ്യമവും മധ്യമവും തമ്മിൽ വലിയ വ്യത്യാസമില്ല താനും. എന്നാൽ നമുക്ക് നീഡ് നോട്ട് ബി ഈക്വൽ, തുല്യമാകണമെന്നില്ല എന്ന് പറഞ്ഞാൽ തുല്യമാകാം അല്ലെ, ചില കേസിൽ തുല്യമാകാം. അത് ഏതാണെന്ന് തെളിയിക്കാൻ വേണ്ടി ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 245 ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ദാറ്റ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 3. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഈ റിസൾട്ട്. നമുക്ക് ആ ക്വസ്റ്റ്യൻ വായിക്കാം. പ്രൂവ് ദാറ്റ് ഫോർ എ സെറ്റ് ഓഫ് നമ്പേഴ്സ് ഇൻ അരിത്മെറ്റിക് സീക്വൻസ് ദ മീൻ ആൻഡ് മീഡിയൻ ആർ ഈക്വൽ. സമാന്തര ശ്രേണിയിലായ കുറെ സംഖ്യകളുടെ മധ്യമവും മാധ്യവും തുല്യമാണെന്ന് തെളിയിക്കും. നമ്മൾ പറഞ്ഞു, ഇപ്പൊ നേരത്തെ ഒരു എക്സാമ്പിൾ എടുത്ത് നമ്മൾ ചെയ്തപ്പോൾ അവിടെ കണ്ടു മീനും മീഡിയനും തുല്യമല്ല എന്ന്. എന്നാൽ ഇവിടെ പറയുന്ന ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണെങ്കിൽ മീനും മീഡിയനും തുല്യമായിരിക്കും. ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് ചെയ്യാം. അരിത്മെറ്റിക് സീക്വൻസ് എന്താണെന്നും ഒരു അരിത്മെറ്റിക് സീക്വൻസ് എഴുതാനും നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ നമുക്കൊരു അരിത്മെറ്റിക് സീക്വൻസ് കൺസിഡർ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു അരിത്മെറ്റിക് സീക്വൻസ് എഴുതാം. ഞാൻ ഇവിടെ ഒരു അരിത്മെറ്റിക് സീക്വൻസ് എഴുതാം. 5, 9. സോ അടുത്ത നമ്പർ എന്തായിരിക്കും? 5 കഴിഞ്ഞ് ഞാൻ 9 എഴുതി. അടുത്ത നമ്പർ എന്തായിരിക്കും? 4 കൂട്ടിയാണ് എഴുതിയിരിക്കുന്നത്. സോ 4 ആണ് ഇവിടെ കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസമായിട്ട് ഞാൻ ഫിക്സ് ചെയ്തിരിക്കുന്നത്. സോ വാട്ട് വിൽ ബി ദ നെക്സ്റ്റ് നമ്പർ? 13. ഒരു നമ്പറും കൂടി എഴുതാം. 13 കഴിഞ്ഞാൽ അടുത്ത നമ്പർ എന്ത് വരും? 17 വരും. അത് കഴിഞ്ഞാൽ അടുത്ത നമ്പർ എന്ത് വരും? 21 വരും അല്ലെ. 4 ഡിഫറൻസിൽ ഞാൻ 5 നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. ഓക്കെ, ദിസ് ഇസ് ആൻ അരിത്മെറ്റിക് സീക്വൻസ്, ഒരു സമാന്തര ശ്രേണിയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഒരു സമാന്തര ശ്രേണിയിലെ സെറ്റ് ഓഫ് നമ്പേഴ്സിന്റെ മീനും മീഡിയനും ഈക്വൽ ആണെന്നാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ മീൻ കണ്ടുപിടിക്കുക. ആദ്യം മീൻ അഥവാ മാധ്യം. എങ്ങനെയാണ് മീൻ കാണുക? മീൻ ഇസ് ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ നമ്പർ അല്ലെ, തുക ബൈ എണ്ണം. അപ്പൊ ഇത്രയും നമ്പേഴ്സിനെ ആഡ് ചെയ്യുക. 5 പ്ലസ് 9 പ്ലസ് 13 പ്ലസ് 17 പ്ലസ് 21. സോ അരിത്മെറ്റിക് സീക്വൻസിലെ നമ്പേഴ്സിന്റെ സമ്മ് കാണാൻ, തുക കാണാൻ നമ്മൾ ഓരോ നമ്പറും എടുത്ത് കൂട്ടി നോക്കേണ്ട കാര്യമുണ്ടോ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. അരിത്മെറ്റിക് സീക്വൻസിന്റെ സമ്മ് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് എത്ര എണ്ണമാണുള്ളത്? 5 എണ്ണമാണുള്ളത്. ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണ് അല്ലെ, ഒറ്റ സംഖ്യ, അത്രയും എണ്ണമാണ് നമുക്ക് നമ്പേഴ്സ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ സമ്മ് കാണാൻ എന്ത് ചെയ്താൽ മതി? മിഡിൽ വാല്യൂവിനെ 5 കൊണ്ട്, അതായത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമ്മൾ പഠിച്ചിട്ടുണ്ട് സം ഇസ് ഈക്വൽ ടു മിഡിൽ വാല്യൂ ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് അല്ലെ, മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അങ്ങനെ വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സമ്മ് കിട്ടും. 13 ആണ് മിഡിൽ വാല്യൂ. നമ്പർ ഓഫ് ടേംസ് എത്രയുണ്ട്? 5 കിട്ടും. സോ 13 ഇൻറ്റു 5 ചെയ്യുമ്പോൾ വട്ട് യു ഗെറ്റ്? 65 എന്ന് കിട്ടും, 65 എന്ന് കിട്ടും. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഈ 5 വാല്യൂസും കൂട്ടി നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുക? 65 ആണ് കിട്ടുക. സോ 65 ഡിവൈഡഡ് ബൈ നമ്പർ. ടോട്ടൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? 5 നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ 65നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 13 എന്ന് മീൻ കിട്ടും.
സോ നമുക്ക് മീൻ കിട്ടി 13 ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? മീഡിയൻ കാണണം അല്ലെ? നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് മീനും മീഡിയനും തുല്യമാണെന്നാണ്. മീഡിയൻ കാണാൻ അരിത്മെറ്റിക് സീക്വൻസിൽ ഓൾറെഡി അതൊരു അസെൻഡിങ് ഓർഡറിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പം മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡേറ്റ അസെൻഡിങ് ഓർഡറിൽ, ഒരു ആരോഹണ ക്രമത്തിൽ എഴുതിയ ഡേറ്റയുടെ ഏറ്റവും നടുവിലത്തെ വാല്യൂ ആണ് മീഡിയൻ. അപ്പൊ ഇതൊരു അസെൻഡിങ് ഓർഡറിൽ എഴുതിയ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതിയ ഒരു സീക്വൻസ് ആണ് അല്ലെ? ആ ക്രമത്തിൽ എഴുതിയിരിക്കുന്ന സംഖ്യകളാണ്. അപ്പോൾ ഇതിൽ നടുവിലത്തെ നമ്പർ ഏതാണ്? 13. സോ മീഡിയൻ എന്ത് വരും? 13 എന്ന് വരും. അപ്പൊ ഇവിടെ നമുക്ക് കാണാം അരിത്മെറ്റിക് സീക്വൻസിലെ 5 ടേംസിനെ കൺസിഡർ ചെയ്തപ്പോൾ അതിന്റെ മീനും മീഡിയനും തുല്യമാണെന്ന്. ഇത് നമ്മളൊരു എക്സാമ്പിൾ എടുത്തിട്ട് പ്രൂവ് ചെയ്തതാണ്. എന്നാൽ ഒരു ജനറൽ ആയിട്ട് ഒരു കാര്യം പ്രൂവ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്താൽ പോരാ, നമ്മൾ ജനറൽ ആയിട്ട് തന്നെ പ്രൂവ് ചെയ്യണം. സോ ഇത് പ്രൂവ് ചെയ്യാൻ ജനറൽ ആയിട്ട് നമുക്കൊരു അരിത്മെറ്റിക് സീക്വൻസിലെ 5 ടേംസ് എഴുതാം. സോ അരിത്മെറ്റിക് സീക്വൻസ് എഴുതണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? ഫസ്റ്റ് ടേം വേണം, അഥവാ ആദ്യ പദം വേണം. അതുപോലെ തന്നെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസവും വേണം. അപ്പൊ ഇത് രണ്ടും നമ്മൾ ഒരു വേരിയബിൾ എടുക്കും. ഓക്കെ, ഒരു ഫിക്സഡ് നമ്പർ കൊടുക്കാതെ വേരിയബിൾ കൊടുക്കുക. സോ ലെറ്റ് ഫസ്റ്റ് ടേം ബി എക്സ്. ഓക്കെ, കോമൺ ഡിഫറൻസ് ബി വൈ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ടേം എക്സ് എന്നിരിക്കട്ടെ, പൊതുവ്യത്യാസം അല്ലെ ആദ്യ പദം എക്സ് എന്നിരിക്കട്ടെ, പൊതുവ്യത്യാസം വൈ എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസ് എന്താണ്? സമാന്തര ശ്രേണി എന്താണ്? ആദ്യം ഫസ്റ്റ് ടേം എഴുതും. രണ്ടാമത്തെ ടേം എങ്ങനെ കിട്ടാം? ഫസ്റ്റ് ടേമിനോട് കൂടി കോമൺ ഡിഫറൻസ് വൈ ആഡ് ചെയ്യണം. സോ എക്സ് പ്ലസ് വൈ, എക്സ് പ്ലസ് വൈ, അതാണ് സെക്കൻഡ് ടേം. ഓക്കെ, പിന്നെ എക്സ് പ്ലസ് വൈന്റെ കൂടെ വീണ്ടും കോമൺ ഡിഫറൻസ് വൈ ആഡ് ചെയ്യണം. സോ എക്സ് പ്ലസ് വൈ പ്ലസ് വൈ എന്ന് പറയുമ്പോൾ 2 പ്രാവശ്യം വൈ വന്നു. സോ എന്തെഴുതിയാൽ മതി? എക്സ് പ്ലസ് 2y. ഓക്കെ, അടുത്തത് നാലാമത്തെ ടേം എങ്ങനെ എഴുതും? മൂന്നാമത്തെ ടേമിന്റെ കൂടെ വീണ്ടും കോമൺ ഡിഫറൻസ് വൈ ആഡ് ചെയ്യുക. സോ എക്സ് പ്ലസ് 2y പ്ലസ് വൈ, അപ്പോൾ എക്സ് പ്ലസ് 3y എന്ന് കിട്ടും. 2 വൈയും പിന്നെ ഒരു വൈയും കൂടെ കൂട്ടുമ്പോൾ 3 വൈ കിട്ടും. ഒരു ടേമും കൂടി എഴുതാം. ഈ എക്സ് പ്ലസ് 3yന്റെ കൂടെ വീണ്ടും വൈ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് പ്ലസ് 4y കിട്ടും. സോ ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ 5 ടേംസ് നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി ഇതിന്റെ മീനും മീഡിയനും നമ്മൾ കണ്ടുപിടിക്കും. വി പ്രൂവ് ദാറ്റ് ടു ആർ ഈക്വൽ. ഓക്കെ, സോ ഫസ്റ്റ് മീൻ അല്ലെങ്കിൽ മാധ്യം. മാധ്യം കാണുന്നത് എങ്ങനെയാണ്? എപ്പോഴും ഓർക്കാം, മാധ്യം കാണുക, മീൻ കാണുക. സാധാരണ അത് 9ാം ക്ലാസ്സിൽ പഠിച്ചതാണ്, പക്ഷെ 10ാം ക്ലാസ്സിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. ചില എക്സാമിന് മീനും മീഡിയനും കാണാൻ പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്. സോ മീൻ മറന്നു പോകരുത്. മീൻ കാണേണ്ട ഫോർമുല ഓർത്ത് വെച്ചേക്കണം. സം ഡിവൈഡഡ് ബൈ നമ്പർ ആണ്. സം ഡിവൈഡഡ് ബൈ നമ്പർ അല്ലെ? ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണെങ്കിൽ ഇവിടെ ഇപ്പൊ എത്ര നമ്പർ ഓഫ് ടേംസ് ഉണ്ട്? 5 ടേംസ് ആണുള്ളത്. സോ സമ്മ് കാണാൻ ഇതെല്ലാം കൂടി എടുത്ത് കൂട്ടേണ്ട കാര്യമില്ല. എന്ത് ചെയ്താൽ മതി? നടുവിലത്തെ നമ്പറിനെ നമ്പർ ഓഫ് ടേംസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ നടുവിലത്തെ ടേം അതാണ് എക്സ് പ്ലസ് 2y ആണ്. അതിനെ എന്തുകൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? നമ്പർ ഓഫ് ടേംസ് എത്ര എണ്ണം ഉണ്ട്? 5 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ് എത്ര തന്നെയാണ്? 5. സോ 5/5 വരുമ്പോൾ ഇത് രണ്ടും കട്ട് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എക്സ് പ്ലസ് 2y എന്ന് കിട്ടും. ദാറ്റ് ഇസ് മീൻ, മാധ്യം എന്ന് പറയുന്നത് എക്സ് പ്ലസ് 2y ആണ്. ഇനി നമ്മൾ മീഡിയൻ കാണാം. മീഡിയൻ ഇസ് ഈക്വൽ ടു, മീഡിയൻ അഥവാ മധ്യമം. മീഡിയൻ എന്ന് പറഞ്ഞാൽ ബൈ ഡെഫിനിഷൻ നടുവിലത്തെ വാല്യൂ അല്ലെ? മിഡിൽ വാല്യൂ ആണ് മീഡിയൻ എന്ന് പറഞ്ഞു. ഈ ഡേറ്റയിൽ നമുക്ക് കാണാം നടുവിൽ കിടക്കുന്ന വാല്യൂ എക്സ് പ്ലസ് 2y ആണ്. ബിക്കോസ് അസെൻഡിങ് ഓർഡറിലാണ് ഇത് ഓൾറെഡി അരിത്മെറ്റിക് സീക്വൻസ് ആയതുകൊണ്ട് നമ്മൾ ആ ഒരു ക്രമത്തിലാണ് എഴുതുകയുള്ളൂ. സോ അവിടെ നടുവിൽ കിടക്കുന്ന വാല്യൂ എന്താണ്? എക്സ് പ്ലസ് 2y ആണ്. ഇതിന് നമുക്ക് 2 എന്ന് കൊടുക്കുക. സോ 1ഉം 2ഉം കൺസിഡർ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? വലതുവശം തുല്യമാണ്. അപ്പോൾ അതിന്റെ ഇടതുവശം എന്ത് തന്നെയായിരിക്കണം? തുല്യമായിരിക്കണം. അപ്പൊ എങ്ങനെ എഴുതിയാൽ മതി? ഫ്രം 1 and 2, 1, 2 ഇവയിൽ നിന്നും നമുക്ക് എന്ത് കാണാം? മീൻ ഈസ് ഈക്വൽ ടു മീഡിയൻ. എവിടെ? എപ്പോഴും അല്ല, ഇൻ ആൻ അരിത്മെറ്റിക് സീക്വൻസ്. ഇങ്ങനെ ജനറൽ ആയിട്ട്
പ്രൂവ് ചെയ്യണം. ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എടുത്ത് ചെയ്താൽ പോരാ, ജനറലായിട്ട് പ്രൂവ് ചെയ്യണം. ജനറലായിട്ട് പ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിന് പകരം വേരിയബിൾ എടുത്തേക്കണം. ഒരു ലെറ്റർ, ഇംഗ്ലീഷ് ലെറ്റർ യൂസ് ചെയ്തിട്ട് വേണം പ്രൂവ് ചെയ്യാൻ.